നായാട്ട്, ഇലവീഴ പൂഞ്ചിറ, ജോസഫ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഷാഹി കബീർ സ്വന്തമായി കഥ എഴുതി, തിരക്കഥ എഴുതി, സംവിധാനം ചെയ്ത് ഇന്നലെ പുറത്തിറങ്ങിയ ചിത്രമാണ് റോന്ത്. പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് റോഷൻ മാത്യു ആണ്. കൂടെ ദിലീഷ് പോത്തൻ ഒരു മേജർ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം നൈറ്റിൽ പെട്രോളിങ്ങിന് ഇറങ്ങുന്ന, നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന പോലീസ് ഓഫീസേഴ്സ്, കാറുമായിട്ട് ഇറങ്ങുന്ന 2 പോലീസ് ഓഫീസേഴ്സ്, അവർ ആ ദിവസം എൻകൗണ്ടർ ചെയ്യുന്ന കേസുകൾ, അതിനെ ചുറ്റിത്തിരിഞ്ഞ് വരുന്ന സംഭവ വികാസങ്ങൾ, അതിലുള്ള ട്വിസ്റ്റ് ടേൺ, അതാണ് ഈ പടത്തിൻ്റെ ഇതിവൃത്തം. സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷെ നല്ല രസകരമായിട്ട് എടുത്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഭാവനയുടെ പല എലമെൻറ്റ്സ് ഇതിനകത്ത് കുത്തിക്കയറ്റിയിട്ട് റിയലിസ്റ്റിക് എലമെൻറ്റ്സ് നഷ്ടപ്പെടാതെ ഒട്ടും അതിശയോക്തി ഇല്ലാത്ത രീതിയിൽ നല്ല ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനൊക്കെ ആയിട്ടുള്ള ഷാഹി കബീറിന് കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല ക്യാമറ വർക്കാണ്, നല്ല BGM ആണ്, ഒറ്റ സോങ് പോലും പടത്തിലില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പടത്തിൽ ഫുള്ള് എൻഗേജ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ കൊണ്ടുപോകാൻ അതിനകത്ത് BGM-ഉം സ്റ്റോറി ലൈനും അതിൻ്റെ സ്ക്രിപ്റ്റിനും ഒക്കെ കഴിയുന്നുണ്ട്. അത്രക്കും ഗംഭീരമായിട്ടുള്ള മേക്കിങ്ങുമാണ് ഈ പടത്തിൽ എടുത്തു പറയേണ്ട കാര്യം. ഒറ്റ ദിവസത്തെ സംഭവ വികാസങ്ങൾ അത് ഇത്ര രസകരമായിട്ട് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അത്രക്കും രസകരമായിട്ട് തോന്നിയ ഒരു വിഷയം. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന പോലീസ് ഓഫീസേഴ്സ് ആ നൈറ്റ് പെട്രോളിങ്ങിനിടെ കണ്ടുമുട്ടുന്ന പ്രശ്നങ്ങൾ, അത് അതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസുകളുണ്ട്, ഒളിച്ചോട്ടമുണ്ട്, ജാതീയ പ്രശ്നങ്ങളുണ്ട്, കൊലപാതകം വരെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുമുട്ടുമ്പോൾ അതിനെങ്ങനെ ഈ പോലീസ് ഓഫീസേഴ്സ് ടാക്കിൾ ചെയ്യുന്നു, കറക്റ്റായിട്ട് അവർക്ക് ടാക്കിൾ ചെയ്തിട്ട് അവരെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ ഈ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുമോ ഇത്യാദി കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ റെസ്ക്യൂ ചെയ്യേണ്ട ഇടയിൽ ഇത്രക്കും ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ഈ പ്രശ്നങ്ങളിൽ എപ്പോഴെങ്കിലും കുടുങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവുകയാണെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ഗെറ്റ് അവേ, രക്ഷപ്പെടൽ ഉണ്ടാവുമോ ഇത്യാദി കാര്യങ്ങൾ. ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ ഈ സേവനങ്ങളൊക്കെ തിരസ്കരിക്കുകയോ അതിനൊന്നൊരു വില കൊടുക്കാതെ ഇവരെ മുകളിൽ കുറ്റം പഴിചാരുമോ, അങ്ങനത്തെ പല പല കാര്യങ്ങളാണ് ഉള്ളത്. ഈ ഡ്യൂട്ടിക്കിടയിൽ മദ്യപിക്കുന്ന വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. നല്ല രീതിയിൽ എടുത്തു വെക്കാനായിട്ട് മേക്കർ ഷാഹി കബീറിന് കഴിയും ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിൽ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറേ പടത്തിൻ്റെ ദൈർഘ്യമുള്ളൂ. ഒറ്റ പോയിന്റ് ഓഫ് ടൈമിൽ പോലും നമുക്ക് ലാഗ് അടിക്കാത്ത സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഫ്രെയിം പോലും നമുക്ക് ഇതിനകത്ത് എക്സസൈസ് തോന്നൂല. അത്രക്കും ഗംഭീരമായിട്ട് ചെയ്തു വെക്കാനായിട്ട് ഇതിൻ്റെ മേക്കർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്യാമറ വർക്കാണ്, നല്ല BGM ആണ്, ടോട്ടലി എൻഗേജിങ് ആണ്. പടം ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. 8 ഔട്ട് ഓഫ് 10 സ്കോർ കൊടുക്കാം ഇന്നലെ റിലീസ് ചെയ്ത റോന്ത് എന്ന പടത്തിൽ. ഈ പടത്തിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ദിലീഷ് പോത്തൻ്റെ ടഫ് സീനുകളാണ് ശരി, റഫ് സീനുകളാണ് ശരി, സെൻറ്റിമെൻ്റൽ സീനുകളാണ് ശരി, പല ടാക്ലിംഗ് സീനുകളാണ് ശരി, അവസാനം ക്ലൈമാക്സിനോടനുബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആണ് ശരി, നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അഭിനയിക്കുമ്പോൾ ആ രീതിയിലും, റഫായിട്ടും ടഫായിട്ടും അഭിനയിക്കുമ്പോൾ ആ രീതിയിലും, പരകായ പ്രവേശം നടത്താനായിട്ടും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനായിട്ടും ദിലീഷ് പോത്തന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റോന്തണ പടത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ദിലീഷ് പോത്തൻ്റെ തന്നെയാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നുണ്ട് നമ്മളുടെ റോഷൻ മാത്യു ക്യാരക്ടർ. നൈറ്റ് ഡ്രൈവ് എന്ന പടത്തിലൊക്കെ അദ്ദേഹം ചെയ്തു വെച്ച് നമ്മൾ കണ്ടതാണ്. ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോമിസിങ് ആക്ടർ തന്നെയാണ് റോഷൻ മാത്യു. ഈ പടത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ന്യൂലി ജോയിൻഡ് പോലീസ് ഡ്രൈവറായിട്ടാണ്. ആ റോൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനായിട്ട് ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയണം. പടത്തിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഒരു 8 ഔട്ട് ഓഫ് 10 സ്കോർ കൊടുക്കാം. ഇന്നലെ റിലീസ് ചെയ്ത റോന്ത് എന്ന പടത്തിൽ എബോ ആവറേജ് മൂവിയാണ്, തിയേറ്റർ വാച്ച് മൂവിയാണ്. ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കണ്ട് മടങ്ങി വരാൻ പറ്റുന്ന പടം റോന്ത്.